റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയ ആശ്വാസമായിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ 2 കുട്ടികളെയും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് അറിയിച്ചിട്ടുണ്ട്. എടപ്പള്ളിയിൽ കുന്നംപുറത്തിനടുത്തുള്ള ഭാഗത്ത് വെച്ചാണ് ഈ 2 കുട്ടികളെയും കിട്ടിയിരിക്കുന്നത്. കുടുംബന്മാരെ നാട് വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതാണ്. അവരെങ്ങും അധികം ദൂരെ പോകാൻ സാധ്യതയില്ല എന്നതിന് നമ്മൾ കരുതി. അവർ കൊച്ചി വിട്ടെങ്ങും പോയില്ല, എടപ്പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. കുന്നംപുറത്ത് നിന്ന് അവരെ കണ്ടെത്തിയിട്ടുണ്ട്. 4 മണിക്കാണ് പോയത്. നീരജ് കാർത്തിക് എന്നാണ് ഈ കുട്ടികളുടെ പേര്. അവര് UP സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളാണ്. അവരെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം പോലീസ് ഇപ്പോൾ നമ്മളെ അറിയിക്കുകയായിരുന്നു. അലീഖ് ബഷ, ഇപ്പോഴാണ് പോലീസിന്റെ സിയ ബിജു ഇപ്പോൾ വിളിച്ചറിയിച്ചിരിക്കുന്നത്. കുന്നംപുറത്ത് നിന്നും നമ്മൾ ആ 2 കുട്ടികളെയും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. 4 മണിക്കാണ് അവരെ അവിടെ കാണാതായത്. ഇവർ പക്ഷേ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി പക്ഷേ ലുലുമാളിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ പോയതിനു ശേഷം എവിടെ പോകണം എന്നറിയാതെ ഇങ്ങനെ നിന്നിട്ടുണ്ടാവാനാണ് സാധ്യത. കുറച്ച് പൈസയും കയ്യിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ അലീഖ് ബഷ? അരുൺകുമാർ, തീർച്ചയായും വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം കുട്ടികൾ എഴുതി വെച്ചിട്ടൊക്കെയാണ് പോയതെങ്കിലും 12ഉം 13ഉം വയസ്സുള്ള കുട്ടികളാണ്. സ്വാഭാവികമായും എവിടേക്ക് പോയി എന്നുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ആശങ്കകൾക്ക് അവസാനമായിരിക്കുന്നു. കുട്ടികളെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. അധിക ദൂരം അവർ പോയിട്ടില്ല. കുന്നംപുറം ഭാഗത്തുനിന്ന് കുട്ടികളെ 2 പേരെയും സുരക്ഷിതരായി തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2 പേരും സ്കൂൾ ബാഗും അതുപോലെ സൈക്കിളും ഒക്കെ കയ്യിൽ കരുതി, കയ്യിൽ കിട്ടിയ കുറച്ച് പൈസയും എടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കത്തിക്ക് എഴുതി വെച്ചാണ് പോയത്. എന്തായാലും ഇനി എന്തായിരുന്നു കുട്ടികളുടെ ഉദ്ദേശം, എവിടേക്ക് പോകാനായിരുന്നു ലക്ഷ്യം എന്നതൊക്കെ പോലീസ് ചോദിച്ചറിയണം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും ആശ്വാസകരമായ വാർത്ത, 2 കുട്ടികളെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. വൈകിട്ട് 4 മണി മുതലാണ് 2 പേരും വീട്ടിൽ നിന്ന് ഇത്തരത്തിലൊരു കത്തൊക്കെ എഴുതി വെച്ച് ഇറങ്ങിപ്പോകുന്നത്. 2 പേരും സുഹൃത്തുക്കളാണ്. 12ഉം 13ഉം വയസ്സ് മാത്രമാണ് 2 പേരുടെയും പ്രായം. ഒരു സൈക്കിൾ എടുത്തിട്ടൊക്കെ പോയി. സൈക്കിളും കാണാതായിരുന്നോ? അപ്പം അലീഖ് ബഷ, സൈക്കിൾ കൊണ്ടാണോ പോയത് ഇവര്? അരുൺ, അതെ, ഒരു കറുത്ത സൈക്കിൾ കൊണ്ടാണ് ഈ 2 കുട്ടികളും കടന്നു. ഒരുപക്ഷെ വീട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയതായിരിക്കും. അതല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും സ്ഥലത്തിൽ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെന്തായാലും ആലുവയിൽ നിന്ന് ഇറങ്ങി അവർ എടപ്പള്ളി വഴി എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ മെട്രോയിലെങ്ങാനും കയറിയിട്ട് അവർ ലുലുമാളിലേക്ക് ഒന്ന് കറങ്ങി അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടാവാനാണ് സാധ്യത. അതിന് കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയില്ല. അവരെ എന്തായാലും കുന്നംപുറത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരള പോലീസിന് ഒരു താങ്ക്സ് കൂടി അറിയിക്കുന്നു. കാരണം ഈ വാർത്ത വന്ന ഉടൻ തന്നെ പോലീസ് ഈ കുട്ടികളെ സെർച്ച് ചെയ്തു, കുട്ടികളെ കണ്ടെത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അലിയുണ്ട്. അലി, ഒരുപക്ഷെ ആലുവയിൽ നിന്ന് ഇവര് ഒന്നുകിൽ സൈക്കിളിൽ കൂട്ടിയോ അതല്ലെങ്കിൽ ഈ മെട്രോയിലെങ്ങാനും കയറി ഇടപ്പള്ളിയിൽ എവിടെയെങ്കിലും കറങ്ങി കുന്നംപുറം ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവും. ഇവര് പഠിക്കുന്ന സ്കൂൾ ഏതാണ്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അരുൺ, ഇത് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. പോലീസ് എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്ത ഉടൻ തന്നെ നമ്മളെ അറിയിക്കുകയായിരുന്നു. 2 കുട്ടികളെ കാണാതായി എന്നുള്ളത് വലിയ ആശങ്കയുണ്ടായിരുന്നു. സ്വാഭാവികമായും രക്ഷിതാക്കളെ സംബന്ധിച്ചും നിരന്തരം പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. നമുക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ഒരു പ്രശ്നവുമില്ലാതെ സുരക്ഷിതരായി തന്നെ 2 കുട്ടികളെയും എറണാകുളത്ത് നിന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോ അവരോട് ചോദിക്കണം എന്തായിരുന്നു ഉദ്ദേശം, എവിടേക്ക് പോകാനായിരുന്നു ലക്ഷ്യം, അവരോട് പോലീസ് ചോദിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ. താങ്ക് യു അലീഖ് ബഷ. വളരെ ആശ്വാസകരമായ ഒരു കാര്യം. 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്, 13 വയസ്സ് മാത്രമേ ഉള്ളൂ. അവരെവിടെയെങ്കിലും പോയാൽ ഒന്നും അറിയില്ലല്ലോ. എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരാണ്. എട്ടും പൊട്ടും ഒന്നും തിരിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഈ ലോകത്തെ ഒന്നും കാര്യമായിട്ട് തിരിഞ്ഞിട്ടില്ലല്ലോ ഈ കുട്ടികൾക്ക്. എന്നാലും അവരെ കണ്ടുകിട്ടിയിട്ടുണ്ട്. എടപ്പള്ളിയിൽ നിന്നാണ് കണ്ടുകിട്ടിയിരിക്കുന്നത്, കുന്നംപുറത്ത് നിന്ന്. താങ്ക് യു. വിഷയം അറിയിച്ചിരിക്കുന്നത്, ഈ വിവരം നമ്മളെ വിളിച്ച് അറിയിച്ചത് സിയ ബിജു എന്ന് പറയുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. താങ്ക് യു.